أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت عاد فكيف كان عذابي ونذر إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستمر تنزع الناس كأنهم أعجاز نخل منقعر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر فقالوا أبشرا منا واحدا نتبعه إنا إذا لفي ضلال وسعر ألقي الذكر عليه من بيننا بل هو كذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر ونبئهم أن الماء قسمة بينهم كل شرب محتضر فنادوا صاحبهم فتعاطى فأقر فكيف كان عذابي ونذر إنا أرسلنا عليهم صيحة واحدة فكانوا كهشيم المحتضر ولقد يسرنا القرآن للذكر فهل من مدكر صدق الله العلي العظيم. ഒന്നുകൂടെ നോക്കിക്കോളൂ കേട്ടോ. فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت عاد فكيف كان عذابي ونذر إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستمر تنزع الناس كأنهم أعجاز نخل منقعر فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر فقالوا أبشرا منا واحدا نتبعه إنا إذا لفي ضلال وسعر ألقي الذكر عليه من بيننا بل هو كذاب أشر سيعلمون غدا من الكذاب الأشر إنا مرسل الناقة فتنة لهم فارتقبهم واصطبر ونبئهم أن الماء قسمة بينهم كل شرب محتضر فنادوا صاحبهم فتعاتى فأقر فكيف كان عذابي ونذر إنا أرسلنا عليهم صيحة واحدة فكانوا كهشيم المحتضر ولقد يسرنا القرآن للذكر فهل من مدكر صدق الله العلي العظيم. ഇതിൽ കുറച്ച് ആയത്തുകൾ റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലോ. فكيف كان عذابي ونذر ولقد يسرنا القرآن للذكر فهل من مدكر. ഏതായാലും കുറച്ച് അധികം ആയത്തുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതല്ലേ فكيف كان عذابي ونذر. അതായത് ഇത് നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മളത് എടുത്തപ്പോൾ രണ്ടായത്തും കൂടി ചേർത്ത് എടുക്കേണ്ടതായിരുന്നു. വലഖദ് തറക്നാഹ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കർ. നാം അതിനെ ആ കപ്പലിനെ ഒരു അടയാളമായിട്ട് ഒരു സൈനായിട്ട് അവിടെ വിട്ടേച്ചു പോയി. ഫഹൽ മിൻ മുദ്ദക്കർ. അപ്പോ ആരെങ്കിലും പാഠം ഉൾക്കൊള്ളുന്നവരുണ്ടോ, ആരെങ്കിലും ഉത്ബോധനം ഉൾക്കൊള്ളുന്നവരുണ്ടോ എന്നായിരുന്നു അത് നിർത്തിയത്. അവിടെ നിന്ന് അള്ളാഹു പറയുന്നത് ഫകൈഫ കാന അദാബി വനുദുർ. ഫകൈഫ കാന അപ്പോൾ എങ്ങനെയുണ്ട്, ഫകൈഫ കാന അപ്പോൾ എങ്ങനെയുണ്ട്, അദാബി അദാബ് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള പദമാണ് അദാബ് അല്ലെ. ഓ എന്തൊരു അദാബാണ് നമ്മൾ പറയൂലേ, അത് മലയാളമാണ് ശരിക്കും.
ഫകൈഫ കാന അദാബി വനുദുർ. അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ മുന്നറിയിപ്പുകളും. നുദുർ എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നദീർ അല്ലെങ്കിൽ ഇന്ദാർ എന്നതിന്റെ ജം ആണ് നുദുർ. നദീർ എന്താ? നദീർ മുന്നറിയിപ്പ് നൽകുന്ന ആള്. അതെ. അപ്പോ അതിന്റെ ഏകവചനം മുന്നറിയിപ്പ് എന്ന പദം നെദറാണ്. നെദർ അതിന്റെ ജമ്മാണ് നുദുർ. നുദുർ എന്ന് പറയുമ്പോൾ മുന്നറിയിപ്പുകൾ. അപ്പോ ഇത്തരം ശിക്ഷകള് അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളാണ്, വാണിംഗ് ആണ്. അപ്പൊ കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന സമുദായങ്ങൾക്ക് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവർ ഈ മുന്നറിയിപ്പുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നതാണ് ഏറ്റവും വലിയ. അതുകൊണ്ടാണ് അള്ളാഹു അത് ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. ഫകൈഫ കാന അദാബി വനുദുർ. ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ആ പ്രവാചകന്മാരുടെ സമുദായങ്ങളെ നശിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടും ഈ ആയത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എങ്ങനെയാണ് എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയുണ്ട് എന്ന് മനുഷ്യരോട് അള്ളാഹു ചോദിക്കുകയാണ് കേട്ടോ. ഫകൈഫ കാന അദാബി വനുദുർ. എന്റെ ശിക്ഷകളും എന്റെ മുന്നറിയിപ്പുകളും താക്കീതുകളും എങ്ങനെയുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി. വലഖദ് യസ്സറ നേരത്തെ നമ്മൾ പറഞ്ഞു ഉസ്ർ അല്ലെ, ഉസ്റിന്റെ ഓപ്പോസിറ്റ് എളുപ്പമാക്കി. വലഖദ് യസ്സർന തീർച്ചയായും നാം എളുപ്പമാക്കി അൽ ഖുർആന ഈ വിശുദ്ധ ഖുർആനിനെ നാം എളുപ്പമാക്കി. എന്തിന്? ലിദ്ദിക്രി. എന്തിനാണ് എളുപ്പമാക്കിയേക്കണം? ഓർമ്മിക്കാൻ, അതായത് ഉത്ബോധനം ഉൾക്കൊള്ളാൻ, പാഠം ഉൾക്കൊള്ളാനാണ് എളുപ്പമാക്കിയേക്കണം. ഫഹൽ മിൻ മുദ്ദക്കിർ. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നവരുണ്ടോ? അള്ളാന്റെ ചോദ്യമാണ്. ഖുർആൻ എളുപ്പമാക്കി എന്ന് പറഞ്ഞാല് ചില ആളുകൾ അതിനെ വല്ലാതെ വലിച്ചു നീട്ടിയിട്ട് അത് ആർക്കും മനസ്സിലാവും, ആർക്കും വ്യാഖ്യാനിക്കാം, ആർക്കും എന്തും ഈ ഖുർആനിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കാം എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചാൽ, ഉത്ബോധനം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചാൽ അള്ളാഹു അതിനെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഏതുപോലെ? ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ. നിങ്ങൾക്ക് അറബി അറിഞ്ഞൂടാ, അറബി അറിയുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഇതിനകത്ത് ഉണ്ടാകാം. പക്ഷെ അറബി നമ്മുടെ മാതൃഭാഷയല്ല. വി ആർ നോട്ട് നേറ്റീവ് അറബിക് സ്പീക്കേഴ്സ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അറബി പഠിക്കാം. ഖുർആന്റെ വചനങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു, നമുക്ക് ഹിഫ്ളാക്കാൻ പറ്റുന്നു അല്ലെ. നമ്മള് എന്ത് ഞാനിപ്പോ അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ആഴ്ചയും എല്ലാ ആഴ്ചയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അത്. അതാണ്, പഠിക്കണം, എല്ലാവരും പഠിക്കണം. പക്ഷെ പഠിക്കാൻ നമ്മൾ വിചാരിച്ചാൽ അത് എളുപ്പമാവും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി. അതായത് ഖുർആൻ ശരിക്കും നമ്മള് അവിടെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ആ പറഞ്ഞാല് വേറൊരു വിഷയം കൂടെ ഉണ്ട്. അതായത് ഖുർആൻ എന്തിനാണ് അള്ളാഹു എളുപ്പമാക്കിയേക്കണത്? പാഠം ഉൾക്കൊള്ളാനാണ്, ലിദ്ദിക്ർ. അല്ലാതെ ഖുർആൻ കൊണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഖുർആൻ ഓതിയാൽ പുണ്യം കിട്ടും അല്ലെ. ഖുർആനിൽ നിന്ന് ഒരക്ഷരം ഓതിയാല് ഒരക്ഷരത്തിന് 10 പ്രതിഫലം വെച്ചുണ്ടാവും. അലിഫ്ലാമീം ഓതിയാൽ 30 പ്രതിഫലം കിട്ടും. പക്ഷെ അതിനല്ല ഖുർആൻ എന്തിനാ ഉള്ളത്? ലിദ്ദിക്ർ. ദിക്ർ വേണം. അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകണം. ഈ ഖുർആൻ ഓതുമ്പോ ഇത് അള്ളാഹുവാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന വിചാരം വേണം. എന്ന് മാത്രമല്ല, അള്ളാഹാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന വിചാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത അതിന്റെ നടപടി എന്താ? ഇതെന്താ ഈ പറയണത് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഈ പറയണത്? നമ്മൾ നമസ്കാരം തറാവീഹിന് പോയിട്ട് നിൽക്കുമ്പോ ഇമാമ് നല്ല സ്വരമാധുരിയോടുകൂടി പാരായണം ചെയ്യുന്നു. ഖുർആൻ റേഡിയോ വണ്ടിയിൽ വെക്കുമ്പോ നല്ല മനോഹരമായ പാരായണം കേൾക്കുന്നു. തജ്വീദും ഹിഫ്ദും ഒക്കെ പഠിക്കാൻ പോകുമ്പോ പക്ഷെ ഇത് എന്താ പറയണെന്നറിയാതെ അതിന്റെ ആലാപന മാധുരിയിൽ മാത്രം അതിന്റെ ഒരു പ്രതിഫലം നമുക്ക് വേറെ ഉണ്ട്. അങ്ങനെ നമ്മൾ കേൾക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ട്. അങ്ങനെ നമ്മള് ഹിഫ്ദ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു പ്രതിഫലമുണ്ട്. തജ്വീദ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് പ്രതിഫലം, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല ഖുർആന്റെ ബേസിക് ഒബ്ജക്റ്റീവ് അല്ല. ബേസിക് ഒബ്ജക്റ്റീവ് അല്ലാഹ് ഈ പറഞ്ഞതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. നിങ്ങൾക്ക് ഓർമ്മ വരണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചുള്ള ഓർമ്മകള്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ.
ആ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകള്, ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകള്, ജീവിതത്തിന്റെ യഥാർത്ഥ പർപ്പസിനെ കുറിച്ചുള്ള ഓർമ്മകള്, എന്തായിരിക്കണം ജീവിതത്തിൽ നമ്മുടെ നിലപാടുകള്. ഒരാളിങ്ങനെ എന്നോടാണോ നമ്മളെ ലക്ഷ്യത്തെ കുറിച്ചുള്ള ഓർമ്മ. കറക്റ്റ്. അതായത് ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുന്നു, പക്ഷെ ജീവിതത്തിൽ അയാളുടെ ഇടപാടുകൾ നോക്കുമ്പോൾ, ഉദാഹരണത്തിന് വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഖുർആനും പറഞ്ഞതായിട്ട് ഒരു ബന്ധവുമില്ല. അയാൾ പെണ്ണ് കാണൽ ചടങ്ങിന് തന്നെ ഒരു വലിയ സദ്യയാണ് ഒരുക്കണത്. പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഇപ്പൊ നാട്ടിൽ ഭയങ്കര സംഭവമാണ് അല്ലെ? ഈ അടുത്തൊരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പെണ്ണ് കാണൽ ചടങ്ങിന്റെ ഒരു സദ്യ, അതിന്റെ ഒരു പിന്നെ ഒരു എഴുന്നള്ളത്ത്, ഒരു പിന്നെ താലപ്പൊലി, മിഠായി ആയിട്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നത്, പിന്നെ അതിന്റെ ഒരു ഫോട്ടോ എടുപ്പ്, അതിന്റെ ഒരു ക്യാമറ, വീഡിയോ, ഇപ്പൊ ഒക്കെ ഈവന്റ് മാനേജ്മെന്റ് ആണ്. എല്ലാം ഈവന്റ് മാനേജ്മെന്റ് ആണ്. അപ്പം ഈ ജീവിതത്തില് നമ്മുടെ വീട്ടിലെ നമ്മുടെ പെരുമാറ്റം, നമ്മളുടെ ഇടപാടുകള്, നമ്മുടെ ചടങ്ങുകള്, നമ്മളുടെ പിന്നെ ക്രയവിക്രയങ്ങള്, നമ്മുടെ പിന്നെ എല്ലാം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന രാവിലെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെയുള്ള സകല സംഗതികളുടെയും ദിക്റാണ് ഖുർആൻ. അപ്പൊ എങ്ങനെയാ കല്യാണം നടത്തേണ്ടത്? ഖുർആൻ നോക്കിയാൽ കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടതെന്നത് ഖുർആൻ നോക്കിയാൽ കിട്ടൂലേ? കിട്ടണം. എങ്ങനെയാണ് രാഷ്ട്രീയം കളിക്കേണ്ടതെന്നുള്ളത് ഖുർആൻ നോക്കിയാൽ കിട്ടൂലേ? കിട്ടണം. എങ്ങനെയാണ് പിന്നെ വിവാഹമോചനം ചെയ്യേണ്ടത്? ഒരാൾക്ക് വിവാഹമോചനം ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ ചെയ്യണം? വിവാഹമോചനം ചെയ്യാമോ? ഖുർആനിൽ നിന്ന് കിട്ടണം. ഇതെല്ലാം അങ്ങനെ, അതായത് മനുഷ്യന്റെ എല്ലാ സംഗതികളും. ഇതുകൊണ്ടാണ് ഇസ്ലാം സമഗ്രമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരൊറ്റ പർപ്പസാണ് ഖുർആൻ അള്ളാഹു ബേസിക് ആയിട്ട് നിശ്ചയിച്ചുള്ളത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ ഓർമ്മകളും എന്ത് തരണം? ഖുർആൻ തരണം. അതിനു വേണ്ടിയിട്ട് ഈ ഖുർആനിനെ നാം വളരെ ലളിതമാക്കി തന്നിരിക്കുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആന്റെ ചോദ്യം, അള്ളാഹുവിന്റെ ചോദ്യം. അതുകൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരുണ്ടോ, ഉത്ബോധനം ഉൾക്കൊള്ളുന്നവരുണ്ടോ? ഇതാണ് ചോദ്യം. ഓക്കെ, അടുത്തത് കദ്ദബത്ത് ആദുൻ. ആദ് സമൂഹം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കദ്ദബത്ത് ഖൗമു നൂഹ് അല്ലെ, കളവാക്കി. ആദ് സമൂഹം കളവാക്കി. ആദ് സമൂഹം ഏത് നബിയുടെ സമൂഹമാണ്? ഹൂദ് അലൈഹിസ്സലാം. ഫകൈഫ കാന അദാബി വനുദുർ. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ശിക്ഷയും നമ്മുടെ താക്കീതുകളും നമ്മുടെ മുന്നറിയിപ്പുകളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന അർസൽന, എന്നിട്ട് അതിനെ വിശദീകരിക്കണേ. എന്തായിരുന്നു ആ ശിക്ഷ? ആദ്യ സമൂഹത്തിന് കൊടുത്ത ശിക്ഷ എന്താ? ഇന്ന അർസൽന അലൈഹിം, നാം അവരുടെ മേൽ അയച്ചു റീഹൻ, കാറ്റ്, സർസറത്ത്. സർസറിന് പല അർത്ഥങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥം ഇങ്ങനെ ശക്തിയായി വലിയ ശബ്ദത്തോടു കൂടി അടിച്ചു വീശുന്ന കാറ്റെന്നാണ് സർസർ. ഈ അറബികള് ഗിർഗിർ എന്ന് പറയാറില്ലേ? ഗിർഗിർ, ഒരുപാട് ഗിർഗിർ കളിക്കല്ലേ എന്ന് പറയാറില്ലേ? ശരിക്കും ഈ പറഞ്ഞ സർസാറൂൻ എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. സർസാറൂൻ അല്ലെ, ചില ആളുകൾ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും അല്ലെ, വായ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതിന് സർസാറൂൻ എന്നാ പറയാ. അപ്പൊ സർസാർ എന്ന് പറയും കാറ്റ്, ഭയങ്കര ശബ്ദത്തോടു കൂടി അടിക്കുന്ന കാറ്റിന് റീഹൻ സർസർ എന്ന് പറയും. അതുപോലെ തന്നെ കഠിനമായ തണുപ്പുള്ള കാറ്റിനും എന്ത് പറയും? സർസർ എന്ന് പറയും. റീഹൻ സർസറിൻ. അവർക്ക് നാം എങ്ങനത്തെ നിരന്തരമായ അല്ലെങ്കിൽ പിന്നെ അതിശക്തമായ ഒരു കൊടുങ്കാറ്റിനെ നാം അയച്ചു. ഫി യൗമിൻ, ഒരു ദിവസം, നഹ്സിൻ, ദുരിതത്തിന്റെ ഒരു ദിവസത്തിൽ, മുസ്തമിർ, നിരന്തരമുള്ള. മുസ്തമിർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ? തുടർച്ചയായ. സിഹറുൻ മുസ്തമിർ പറഞ്ഞല്ലേ? അതെ, തുടർന്നു പോരുന്ന, തുടർച്ചയായ ദുരിതത്തിന്റെ ഒരു നാളിൽ നാം അവർക്ക്
അതിശക്തമായ ഒരു കൊടുങ്കാറ്റിനെ നാം അയച്ചു. യൗമുൻ നഹിസിൻ എന്നത് ചില ആളുകൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക ദുശകുനം, ശകുനത്തിന്റെ ദിവസം എന്ന് പറയാറുണ്ട്. എന്നിട്ട് അവര് അതിന് ന്യായം ചമച്ചത് ഇത് ഈ ഒരു ബുധനാഴ്ചയാണ് ഈ ആദ് സമൂഹത്തിന് കാറ്റ് അള്ളാഹു കൊടുത്തത്, അതുകൊണ്ട് ബുധനാഴ്ച മോശം ദിവസമാണ്, ബുധനാഴ്ച മോശം ദിവസമാണ്, ബുധനാഴ്ച ഒന്നും ചെയ്യാൻ പാടില്ല. ഹിന്ദുക്കൾക്കൊരു വിശ്വാസമില്ല, എന്താ ചൊവ്വാദോഷമുണ്ട്, പിന്നെ ശനിദശയുണ്ട്, അല്ലെ, ശുക്രദശയുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, പലതുണ്ട്. പിന്നെ ഒന്നുകൂടി ഇല്ലേ മുസ്ലിങ്ങൾക്ക് വെള്ളി ശനി, പിന്നെ നോമ്പെടുക്കുമ്പോ ശനിയാഴ്ച ദുശകുനം കേട്ടവരോ? ശകുനമല്ല, ശനിയാഴ്ച നോമ്പ് എടുക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ വെള്ളിയും ശനിയും ഒക്കെ നോമ്പ് എടുക്കാൻ പാടില്ല, അപ്പുറത്തും ഇപ്പുറത്തും നോമ്പ് വന്നാലൊഴികെ, അല്ലെങ്കിൽ അതിനോട് ചേർത്തിട്ടേ നോമ്പ് എടുക്കണം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് വെള്ളിയാഴ്ച മാത്രമായിട്ടൊരു നോമ്പ് എടുക്കരുത്, വെള്ളിയും ശനിയും കൂടി ചേർത്തെടുക്കാം. ശനിയാഴ്ച മാത്രമായിട്ട് എടുക്കരുത്, ശനി ഞായറും കൂടി ചേർത്തെടുക്കാം. സുന്നത്ത് നോമ്പുകൾ തന്നെ ഒറ്റയ്ക്ക് എടുക്കരുത്. അതേസമയം മുഹറം 9, 10 വെള്ളി ശനി വന്നാൽ എടുക്കാം, ദുൽഹജ്ജ് 9 ശനിയാഴ്ച വന്നാൽ എടുക്കണം. അതേസമയം അത് ദുശകുനല്ല, ആ ദിവസം ദുശകുനായിട്ടല്ല, അത് വേറെ പല കോണ്ടെക്സ്റ്റുകളുണ്ട്. ഇപ്പൊ സബത്ത് എന്നുള്ളത് ജൂതന്മാരുടെ ഒരു ദിവസമായിട്ട് ബന്ധപ്പെട്ട, സാബത്ത് ദിവസമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ആ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു എന്താന്ന് വെച്ചാല്, ഇതിനെ ശകുനത്തിന്റെ ദിവസമായി വ്യാഖ്യാനിച്ചിട്ട് അതുകൊണ്ട് ബുധനാഴ്ച നിങ്ങൾ ആരും വീട് താമസിക്കരുത്, ബുധനാഴ്ച കല്യാണം വെക്കരുത്, ബുധനാഴ്ച ബിസിനസ് തുടങ്ങരുത്, ബിസിനസിന്റെ ഉദ്ഘാടനം നിങ്ങൾ കറുത്ത പൂച്ച വട്ടം ചാടിയാല് അന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങരുത്, പിന്നെ ഇങ്ങനെയൊക്കെ കുറെ ദുശകുനങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഇസ്ലാമിൽ ഇല്ല കേട്ടാ. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ദിവസം അത് മോശം ദിവസമാണ്, വേറെ പിന്നെ ചില ദിവസങ്ങൾ. അതേസമയം നല്ല ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ജുമാ ദിവസം അനുഗ്രഹീതമാണ്. പക്ഷെ അത് എന്തിന്റെ പേരിലാണ് അത് അനുഗ്രഹീതമാകുന്നത്? അന്ന് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ അനുസരിക്കുന്ന, പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് കൂടിയാണത്. അന്ന് പ്രത്യേകമായ സുന്നത്തുകൾ, സലാത്ത് ചൊല്ലാൻ വേണ്ടി, നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നഖം മുറിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നല്ല അത്തറൊക്കെ പൂശി നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് പോകാൻ കൽപ്പിക്കപ്പെട്ടു. ആ ഒരു ആഴ്ചയിലെ പെരുന്നാൾ, വെള്ളിയാഴ്ച ഈദുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പിന്നെ ഈദാണ് വെള്ളിയാഴ്ച. ഒരു ആഴ്ചയിലെ ഈദ്, ഒരു ആഘോഷത്തിന്റെ ഈദല്ല, മറിച്ചൊരു അനുഗ്രഹീതമായ ഒരു ദിവസം. അതേസമയം ശകുനത്തിന്റെ ഒരു ദിവസം ഇല്ല. കാരണം എന്താ? അങ്ങനെ അത് എന്റെ വെല്ലുപ്പായൊന്നും പറയാറില്ല. ചെറുപ്പത്തേക്കായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടാ, ഇതിന് ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു ഒറ്റ ദിവസവും ശകുനം അല്ലാത്തത്? ദിവസങ്ങൾ, കാലം അള്ളാഹുവിന്റേതാണ്. മനസ്സിലായോ? കാലത്തെ നിങ്ങൾ ശപിക്കരുത്. നഷ്ടപ്പെടുത്താത്ത എല്ലാ ദിവസവും നല്ല ദിവസം. കാലത്തെ നിങ്ങൾ ശപിക്കരുത്. ലാ തലൂമുദ്ദഹർ, കാരണം അനദ്ദഹർ എന്ന് ഒരു ഹദീസ് ഉണ്ട്. നബി പിന്നെ അള്ളാഹുവിൽ നിന്ന് ഒരിക്കൽ ഖുദ്സിയായ ഒരു ഹദീസിൽ ലാ തലൂമു അല്ലെങ്കിൽ ലാ തസുബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ആക്ഷേപിക്കരുത്. കാരണം ലി അന്നനി അനദ്ദഹർ, അള്ളാഹ് പറഞ്ഞാണ് ഞാനാണ് കാലം. അതായത് ഈ കൊല്ലം 2020 ഭയങ്കര ദുശകുന. 2020 ഓർക്കാൻ കൂടി വയ്യ. 2020 കൊറോണ അങ്ങോട്ട് വന്നിട്ട് നമ്മളൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് 2020 നശിച്ചുപോട്ടെ എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ, 2020 അല്ല പ്രശ്നം, കൊറോണ വൈറസ് അല്ല പ്രശ്നം. ആ വൈറസ് ഉണ്ടാക്കിയത് ആരാ? ആ വൈറസ് ഉണ്ടാക്കിയത് നിങ്ങളൊക്കെ കൂടിയാണെന്നുള്ള മനുഷ്യരോട് പറയണേ, അല്ലേ? അപ്പോ കാലമല്ല പ്രശ്നം, നമ്മൾ തന്നെയാണ് പ്രശ്നം. നമ്മളൊക്കെ തന്നെയാണ് പ്രശ്നം. മനുഷ്യന്മാരാണ് പ്രശ്നം ഉണ്ടാക്കണം. പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വർഷത്തെ കുറ്റപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ശനിയാഴ്ചനെ കുറ്റപ്പെടുത്താൻ നമ്മൾ കാണുന്ന സംഗതി, ആ ശനിയാഴ്ചയിൽ നമ്മളൊന്നും ചെയ്യാൻ ശരിയാവൂല എന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞോളൂ, എന്താണ്? അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ വെല്ലുപ്പ എന്ന് പറയാന്ന് വെച്ചാല് ആ ഒരു സ്വഭയ സമയത്ത് നമസ്കരിച്ചു ആ ദിവസങ്ങളെല്ലാം നല്ലതാ. അത് ഹദീസിലുണ്ട്. എങ്ങനെയുണ്ട്? മൻ സല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫഹുവ ഫി ദിമ്മത്തില്ലാഹ്. ആര് സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ചുവോ അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ് എന്നുണ്ട്. അന്ന് ഇനി അവൻ മരിച്ചാലും അവന്റെ കാര്യം പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ പിന്നെ മരിക്കലല്ലേ നല്ലത്. അള്ളാഹിന്റെ കാരുണ്യത്തിൽ അള്ളാഹിന്റെ ഉത്തരവാദിത്തത്തിലായിരിക്കുമ്പോൾ മരിക്കലാണെങ്കിൽ അതാണല്ലോ നല്ലത്, അല്ലെ? സുജൂദിലായിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോ അങ്ങനെയുണ്ട്. അതൊരു പിന്നെ ഹദീസാണ് കേട്ടോ. അത് മൻ സല്ലൽ ഫജ്റ ലിമൻ സല്ല സുബ്ഹ ഫി ജമാഅത്തിൻ ഫഹുവ ഫി ദിമ്മത്തില്ലാഹ് ഫഹുവ ഫി ഹിഫ്ളില്ലാഹ് എന്ന് വേറൊരു ഹദീസിൽ കാണാം. അവൻ അള്ളാഹുവിന്റെ ഹിഫ്ളിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് എന്നുണ്ട്. ഒരു ഉസ്താദിന്റെ അടുത്ത് ഒരു കുട്ടി അടി കൊള്ളാതെ രക്ഷപ്പെട്ട ഒരു വർത്താനം അതിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് അടിക്കാൻ വിളിച്ചപ്പോ കുട്ടി പറഞ്ഞു പോലെ ഉസ്താദെ എന്നെ അടിക്കരുത്, ഞാൻ അള്ളാഹിന്റെ സംരക്ഷണയിലാണ്. നിനക്ക് അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടോ? ഉണ്ട്. എന്തേ? ഞാൻ ഇന്ന് ഉസ്താദല്ലേ ഇന്നലെ പഠിപ്പിച്ചത് സുബഹി നിസ്കരിച്ചാൽ അവൻ അള്ളാഹിന്റെ സംരക്ഷണം, ഞാൻ ഇന്ന് സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് അവൻ അടിക്കാതെ വിട്ടു എന്ന് തമാശയായിട്ട് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും ആ ഐഡിയ ഒക്കെ പ്രയോഗിക്കാം കേട്ടാ. പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് ആമീൻ. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് യൗമിൻ നഹ്സിൻ മുസ്തമിർ, തുടർച്ചയായ ദുരിതങ്ങളുടെ ഒരു ദിവസം. കാരണം ഈ ദിവസം അള്ളാഹു അവരുടെ മേൽ അതികഠിനമായ ഒരു കാറ്റിനെയാണ് അയച്ചത്. നല്ല ശബ്ദമുള്ള, അതോടൊപ്പം കടുത്ത തണുപ്പുള്ള. ഇതിനെക്കുറിച്ച് സൂറത്തുൽ അൽ ഹാഖയിൽ ഒരു പരാമർശമുണ്ട്. എന്താണ്? ആദുൻ, അതെ, ഫഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ. അല്ലേ? കഅന്നഹും അജാസു നഖറിൻ ഖാവിയ. അതെ, അതായത് 7 ദിവസവും 8 പകലും 7 രാത്രിയും, അല്ലെ? സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ. 8 പകലും 7 രാത്രിയും നിരന്തരമായി അടിച്ചു വീശിയ തണുത്ത കാറ്റുകൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു. ഈ കാറ്റിന്റെ ശക്തി പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഇത് പറയുമ്പോ നമുക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ ഫീൽ അതാണ് അത് ആ പദത്തിന്റെ ആ പദപ്രയോഗങ്ങളുടെ ഉദ്ദേശം കൂടി അതാണ് കേട്ടാ. ആ പദപ്രയോഗങ്ങൾ അങ്ങനെയാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്നത്. രണ്ടാമത്തത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ കാറ്റ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ്. അള്ളാഹുവിന്റെ ശിക്ഷകൾ അങ്ങനെയാണ് വരിക. അതിപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ വരും. ഇപ്പൊ കൊറോണ ഒരു അർത്ഥത്തിൽ ഒരു വലിയ പരീക്ഷണം തന്നെയാണല്ലോ. ചില സമയത്ത് അത് ശിക്ഷയായിട്ട് മാറുന്നു നമുക്കൊക്കെ. പക്ഷെ എന്നിട്ടും നമ്മുടെ സമുദായം ഒന്നും പഠിക്കുന്നില്ല എന്നുള്ള വേറെ വിഷയം. ഓക്കെ, അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഇത്ര ഒരു നിരന്തരമായ ഒരു കാറ്റായിട്ട് അത് അള്ളാഹു അവരെ അയച്ചു. തൻസിഉന്നാസ്, തൻസിഉ നസഅ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചൂരിയെടുക്കാന്നർത്ഥം. തൻസിഉന്നാസ് ശരിക്ക് അവരെ കടപുഴക്കി എറിയുക, അതാണ്. അതെ, വന്നാസിആത്ത്, കടപുഴക്കി അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നവയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് സൂറത്തുൻ നാസിആത്തിൽ അത് പറയുന്നുണ്ട്. അപ്പൊ തൻസിഉന്നാസ് ജനങ്ങളെ കടപുഴക്കി എടുത്തെറിയുന്ന ഒരു ശിക്ഷ. കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻകഇർ. ഏതുപോലെ? കഅന്നഹും അവര് ഏതുപോലെയാണ്? അഅജാസു നഖ്ലിൻ ഈത്തപ്പനത്തടി പോലെ. മുൻകഇർ എന്ന് പറഞ്ഞാല് പിന്നെ പിഴുതെറിയപ്പെട്ട, വേരിനാൽ പിഴുതെറിയപ്പെട്ട, വേരൊക്കെ അടക്കം എടുത്ത് എറിയപ്പെട്ട ഈത്തപ്പനത്തടികൾ നിലത്ത് വീണാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഈ മനുഷ്യന്മാര് വീണു. കാരണം എന്താ? ആദു സമൂഹം വളരെ നല്ല ബോഡി ബിൽറ്റ്, ഭയങ്കരമായ ഒരു ആകാരമുള്ള മനുഷ്യരായിരുന്നു. പർവ്വതങ്ങള് കൊത്തി അതിൽ വീടുകൾ ഉണ്ടാക്കിയ ആളുകളായിരുന്നു ആര്? ആദു സമൂഹം, അല്ലെ? ഫഅമ്മ ആദുൻ, അല്ലെ? അവര് ജാബുസ്സഖറ ബിൽവാദ്, അല്ലെ? പർവ്വതങ്ങള് കൊത്തിയിട്ട് താഴ്വരകളിൽ അങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടാക്കിയ വലിയ വലിയ ആളുകളായിരുന്നു അവര്. ആ വീടുകളെ കുറിച്ച് അവർ അഹങ്കരിച്ചിരുന്നു. ഇതൊന്നും ഒരിക്കലും നശിക്കൂല, ഈ പർവ്വതങ്ങളൊന്നും. കാരണം പർവ്വതം എപ്പോഴെങ്കിലും പറന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ മനുഷ്യര്? ഇല്ലല്ലോ. പർവ്വതങ്ങൾ അങ്ങനെ നിൽക്കല്ലേ ചെയ്യാം. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് അഹങ്കരിച്ചിരുന്നു. പക്ഷെ ഈ കാറ്റങ്ങട് വന്നതോടുകൂടി എന്താ സംഭവം? ഇവര് പിന്നെ വേരോടെ പിഴുതെറിയപ്പെട്ട ഈത്തപ്പനത്തടികൾ പോലെ ഇവരെ എടുത്തെറിഞ്ഞു അള്ളാഹു. തൻസിഉന്നാസ കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻകഇർ. പിഴുതെറിയപ്പെട്ട ഈത്തപ്പനത്തടികളെ പോലെ ഈ മനുഷ്യർ മുഴുവൻ
ഈ കാറ്റ് എടുത്തെറിഞ്ഞു. ഫകൈഫ കാന അദാബി വനുദുർ. അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് അല്ലാഹു ചോദിക്കുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം. ഓക്കെ, അടുത്തത് കദ്ദബത് സമൂദ്. ഇനി അടുത്ത ജനവിഭാഗം സമൂദ് കളവാക്കി. ബിൻ നുദുർ. നുദുർ നേരത്തെ നമ്മൾ പറഞ്ഞു. എന്താണ് നുദുർ? താക്കീതുകളെ കളവാക്കി. അവരും താക്കീതുകളെ കളവാക്കി. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, അബശറൻ മിന്ന വാഹിദൻ നത്തബിഉഹു. അബശറൻ, ബശർ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ. മിന്ന നമ്മളിൽപ്പെട്ട ഒരു മനുഷ്യൻ. വാഹിദൻ, ഒറ്റ ഒരുത്തൻ. വാഹിദ് അല്ലെ, ഒറ്റ ഒരുത്തൻ. നത്തബിഉഹു, ഇത്തബഅ യത്തബിഉ എന്ന് പറഞ്ഞാൽ പിൻപറ്റുക. പിൻപറ്റുക. നമ്മളിൽപ്പെട്ട ഒറ്റ ഒരുത്തനെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? മനസ്സിലായി? അതില് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ സാധനത്തിന്. ഒന്നെന്താ? ഒന്ന്, ഒരു മനുഷ്യനാണ് ഇയാള്. പ്രവാചകന്മാരും മനുഷ്യനാവാൻ പറ്റുമോ? അവിടെ ഒരു ചോദ്യം അതാണ്. പിന്നെ മിന്ന, നമ്മളിൽപ്പെട്ട, നമ്മുടെ തന്നെ സമുദായത്തിൽപ്പെട്ട. ഇത് ഏതോ ഒരു വലിയ സമുദായം, വലിയൊരു തറവാട്ടുകാരൻ, വലിയൊരു കുടുംബമഹിമയുള്ള ഉന്നത കുലജാതനായിട്ടുള്ള ഒരു സവർണൻ ഒക്കെ ആയിട്ട് വരണ്ടേ നമ്മുടെ അടുത്തേക്ക്? ഒന്നാമത് മനുഷ്യൻ, ഒരു മലക്കല്ല, ജിന്നല്ല. രണ്ടാമത് മിന്ന, നമ്മളിൽപ്പെട്ട ഒരാള്. മൂന്നാമത് വാഹിദൻ, ഇവൻ ഒറ്റക്കൊരുത്തൻ. ഇവന്റെ പിന്നില് സംഘബലമില്ല, ആൾബലമില്ല, ഗോത്രമഹിമയില്ല, കുലമഹിമയില്ല, വലിയ സൈന്യമില്ല, വലിയ കൊട്ടാരമോ രാജാധികാരമോ പ്രതാപമോ പണമോ ഒന്നുമില്ലാത്ത ഈ അശു ഇവനാണോ നമ്മുടെ കൂട്ടത്തിൽ? നത്തബിഉഹു, അവനെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? അപ്പൊ 3 കാര്യമാണ് അവർ പറഞ്ഞത് അല്ലെ. 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇവനെ പിൻപറ്റാൻ പറ്റൂല. ഒന്ന്, മനുഷ്യനാണ്. 2, നമ്മളിൽപ്പെട്ട ഒരാളാണ്. 3, ഒറ്റ ഒരുത്തനാണ്, സംഘബലമില്ലാത്ത ആളാണ്. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ടാ? മുസ്ലിങ്ങളെ പരിഹസിക്കണ എന്തൊക്കെയാ? ഇവൻ ഇത്ര വളരെ ദുർബലരായ കുറെ മനുഷ്യന്മാര്, കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു സംഘടന, ഇവര് കുറച്ചാളുകൾ മാത്രമുള്ള ഒരു പ്രസ്ഥാനം അല്ലെ. ഒരു ആൾബലം ഇല്ലാത്ത, ഒരു വോട്ട് ഇലക്ഷൻ എന്ന ഒറ്റ വോട്ടും കിട്ടാത്ത, അല്ലെങ്കിൽ കുറച്ച് വോട്ടുകൾ പോലും കിട്ടാത്ത മനുഷ്യന്മാര്, ഇവരൊക്കെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ന്യൂനപക്ഷം, അങ്ങനെയൊക്കെയാണ്. അക്കല്ലിയ, ഇവര് ന്യൂനപക്ഷം, ഒരു അധികാരമില്ലാത്തവര്, പ്രതാപമില്ലാത്തവര്, പണം അന്തസ് ഇതൊന്നും ഇല്ലാത്ത ആളുകള്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? ഇന്ന ഇദൻ ലഫീ ദലാലിൻ, എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ, ഇന്ന തീർച്ചയായും നമ്മൾ, ഇദൻ അപ്പോൾ, എപ്പോൾ നത്തബിഉ, അതിലേക്കാണ് മടങ്ങും. നമ്മൾ അവരെ പിൻപറ്റിയാൽ ലഫീ ദലാലിൻ, നമ്മൾ എന്തായിരിക്കും? വഴികേടിലായിരിക്കും. വസുഅർ എന്ന് പറഞ്ഞാല് സഈറുണ്ട് അല്ലെ, നരകം, സഈർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ജുനൂൻ എന്ന അർത്ഥത്തിലാണ്. ജുനൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രാന്തമായ അവസ്ഥയിലായി പോകും, ബുദ്ധി മരവിച്ചു പോകും. അതാണ്. ഇവരെ നമ്മൾ പിൻപറ്റിയാൽ, ഈ ഒറ്റയാനായ നമ്മുടെ സമുദായത്തിൽപ്പെട്ട മനുഷ്യനായ ഇയാളെ നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് നമ്മൾ വഴികേടിലാവും. രണ്ടാമത് നമുക്ക് തന്നെ വട്ടുവരും. കാരണം ഇത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത കുറെ സ്വർഗം പറയുന്നു, കുറെ നരകം പറയുന്നു, കുറെ അന്ത്യനാള് പറയുന്നു, പിന്നെ ഖബറ് പറയുന്നു, മരിച്ചു എന്ന് പറയുന്നു, മരിച്ചാൽ ശിക്ഷ ഉണ്ടാവും എന്ന് പറയുന്നു, പിന്നെ അവിടെ വിചാരണ ഉണ്ടെന്ന് പറയുന്നു, തൂക്കി നോക്കൂന്ന് പറയുന്നു, സിറാത്ത് ഉണ്ടെന്ന് പറയുന്നു, സ്വർഗത്തിൽ ഒരുപാട് പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നു, നരകത്തിൽ ഒരുപാട് ശിക്ഷ ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ വെറും വട്ട് കേസല്ലേ? ഈ വട്ടിനെ പിൻപറ്റാൻ നമുക്ക് പറ്റോ? ഈ ഭ്രാന്തിനെ പിൻപറ്റാൻ നമുക്ക് പറ്റോ? ഇതാണ് അവരുടെ ചോദ്യം. സൗണ്ട് സിമിലറായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇന്നും അത് തന്നെയാണ് പറയുന്നത് കേട്ടാ. പണ്ടത്തെ ആ പറച്ചിൽ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വ്യത്യാസമില്ല. ഇസ്ലാമിനും അള്ളാഹുവിന്റെ ദീനിനെതിരെയുള്ള പ്രയോഗങ്ങൾ, പ്രചാരണങ്ങൾ ഒക്കെ അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതൊക്കെ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ന ഇദൻ ലഫീ ദലാലിൻ വസുഅർ, ഞങ്ങൾക്ക് ഭ്രാന്തായി പോവും ഇവനെ പിൻപറ്റിയാല്. അതാണ് പറഞ്ഞത്. അഉൽഖിയ ദിക്റു അലൈഹി,
ഉൽഖിയ ദിക്റു അലൈഹി, ഈ ഉത്ബോധനം അവനാണോ അവതരിപ്പിക്കപ്പെട്ടത്? ഉൽഖിയ, അൽഖ എന്ന് പറഞ്ഞാൽ ഇട്ടു, ഉൽഖിയ അവതരിപ്പിച്ചു കൊടുത്തു, ഇട്ടുകൊടുത്തു. ഉൽഖിയ ദിക്റു, ഈ ഖുർആൻ അല്ലെങ്കിൽ ഈ സന്ദേശം. ഇപ്പൊ ഹൂദ് നബിയെ കുറിച്ചാണല്ലോ ഇപ്പൊ അല്ല സാലിഹ് നബിയെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് അല്ലെ. സമൂദ് ഗോത്രത്തിലേക്ക് വന്ന നബിയുടെ പേരെന്താ? സാലിഹ് നബി. ആ സാലിഹ് നബിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് ഈ വഹി ഇട്ട് കൊടുത്തിരിക്കുന്നു. മിം ബൈനിന, നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണോ, ഇവനാണോ അള്ളാഹ്ക്ക് കിട്ടിയത്? അതാ പറയാണെന്റെ അർത്ഥം. ഇവരാണ് ഇപ്പൊ വലിയ നല്ല മനുഷ്യന്മാരെന്നും പറഞ്ഞു നടക്കണ, ഇവരാണ് ഇപ്പൊ ഇസ്ലാമിക പ്രസ്ഥാനം എന്നും പറഞ്ഞു നടക്കണ, അല്ലെങ്കിൽ ഇവരാണോ ഈ ദീനിന്റെ ആളുകൾ എന്നും പറഞ്ഞു നടക്കണ? സൗണ്ട് സിമിലർ? അതാണ് കേട്ടാ. മിംബൈനിന, നമ്മുടെ കൂട്ടത്തിൽ എത്ര നല്ല തന്റേടികളുണ്ട്, എത്ര നല്ല തറവാട്ടിത്തുള്ളവരുണ്ട്, എത്ര നല്ല കുലമഹിമ ഉള്ളവരുണ്ട്, എത്ര നല്ല പേരും പെരുമയുള്ളവരുണ്ട്. അവരൊന്നും കിട്ടാതെ ഈ മനുഷ്യനെയാണോ അള്ളാഹു ഈ ദിക്ർ ഇട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ബൽ, എന്നാൽ ഹുവ കദ്ദാബുൻ അഷിർ, ഇവനൊരു കദ്ദാബാണ് എന്ന് പറഞ്ഞാല് വല്ലാതെ നുണ പറയുന്നവനാണ്, പെരുന്നുണയനും, അഷിർ അഹങ്കാരിയുമാണ്, ദുരഹങ്കാരിയുമാണ്. ബൽ ഹുവ കദ്ദാബുൻ അഷിർ, ഇവൻ പെരുന്നുണയനും ദുരഹങ്കാരിയുമാണ്, അഹങ്കാരം പ്രവർത്തിക്കും. ഖിബിർ, മുത്തക്കബിറാണ്. ഓക്കെ, ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. നമുക്കേതായാലും 10 മിനിറ്റിൽ എവിടെയാണോ തീരുന്നത് അവിടെ അവസാനിപ്പിക്കട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച അതിന്റെ പിറ്റത്തെ ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ. ഇന്ന മുർസിലു നാഖ, നാം ഈ ഒട്ടകത്തെ അയക്കുന്നു. അപ്പൊ ഇനി ഇവര് ഇത്രയും കളവാക്കിയപ്പോ അതിനിടയിൽ വേറെ സംഭവമുണ്ട്, അത് ഇവിടെ പറയുന്നില്ല. എന്താണ്? ഇവര് ചോദിക്കുന്നുണ്ട് സാലിഹ് നബിയോട്, നീ ഒരു പ്രവാചകനാണെങ്കിൽ ഒരു പണി ചെയ്യണം. എന്ത്? നീ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരണം, ഒരു സൈൻ, ഒരു അടയാളം കൊണ്ടുവരണം. അപ്പോ അടയാളമായിട്ട് എന്താ പറഞ്ഞ, ഈ പർവ്വതം പിളർന്നിട്ട് ഒരു ഒട്ടകത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ അള്ളാഹു പറയണേ, ഇന്നാ മുർസിലു നാഖ, നാം തീർച്ചയായും. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഒരു ആയത്ത് വിട്ടുപോയി. സയഅലമൂന ഗദൻ, നാളെ അവരറിയും. സയഅലമൂന, എന്താണ്? ഭാവിയിൽ സംഭവിക്കുന്ന, തീർച്ചയായിട്ടും അവരറിയും. ഗദൻ എന്ന് പറഞ്ഞാല് നാളെ. മനിൽ കദ്ദാബുൽ അഷിർ, ആരാണ് കദ്ദാബ്, ആരാണ് ഇത്രയധികം പെരുന്നുണയനും അഹങ്കാരിയുമായിട്ടുള്ളത് ആരാണ് എന്നത് അവര് കൃത്യമായി മനസ്സിലാക്കും. നാളെ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പക്ഷെ ഈ ശിക്ഷ വരുന്ന ഒരു ഘട്ടത്തില്, അല്ലെങ്കിൽ അന്ത്യനാള്. ഒന്ന് ഈ വരുന്ന നാള്, അതായത് അടുത്ത ഒരു ഭാവിയില്, അല്ലെങ്കിൽ അന്ത്യനാളില് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ആരാണ് പെരുന്നുണയനും അഹങ്കാരിയുമായിട്ടുള്ളത് ആരാണ് എന്ന് അവർക്കറിയാൻ പറ്റും. ഇന്നാ മുർസിലു നാഖ, നാം എന്തായാലും എന്ത് ചെയ്യും? ഇവർക്കൊരു ഒട്ടകത്തിന് അയച്ചു കൊടുക്കും. ഫിത്നതൻ ലഹും, അവർക്കൊരു പരീക്ഷണമായിക്കൊണ്ട് നാം ഒരു ഒട്ടകത്തെ അയക്കും. ഫർതഖിബ്ഹും, അതുകൊണ്ട് താങ്കൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. വസ്തബിർ, സബറ എന്ന പദത്തിനാണ് ശരിക്കും സബറയുടെ അമർ പറയേണ്ടത് ഫസ്ബിർ എന്നാണ്. അതിൽ നടുക്കൊരു ത്വാ കൂടി ചേർക്കുന്നതോട് കൂടി അതിലൊരു പ്രത്യേക മീനിങ് വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ നിരന്തരമായി ക്ഷമിക്കണം എന്നർത്ഥം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹ വഅ്മുർ ബിസ്സലാത്തി ഫസ്തബിർ അലൈഹ, നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പിന്നെ അതിന്റെ മേൽ ക്ഷമിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച ഉടനെ തന്നെ അവരനുസരിക്കൂല, പിന്നെ നമസ്കരിക്കുമെന്ന് നോക്കണം, പിന്നെ വീണ്ടും കൽപ്പിക്കണം, വീണ്ടും പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ. താങ്കള് ഫർതഖിബ്ഹും, പ്രവാചകനോട് പറയണ്, സാലിഹ് നബിയോട് പറയണ്, നാം അവർക്ക് ഈ ഒട്ടകത്തെ ഒരു പരീക്ഷണമായിട്ട് അയക്കും. ഫർതഖിബ്ഹും, അതുകൊണ്ട് താങ്കൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. വസ്തബിർ അലൈഹ, അതുപോലെ എന്ത് ചെയ്യണം? അതിനെ വസ്തബിർ, ക്ഷമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിരന്തരമായി ക്ഷമിച്ചുകൊണ്ടിരിക്കണം. കേട്ടാ? അപ്പൊ നിരന്തരമായി ക്ഷമിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മൾ തീരൂല. ഈ
32 ആയത്തിൽ നമ്മളെടുത്ത അല്ലേ? ഓക്കെ, നമുക്ക് അവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കാരണം ഇനിയിപ്പോ ഏതായാലും പെട്ടെന്ന് ഇപ്പോൾ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഇത് തീരും. അപ്പൊ ഓക്കെ, അവിടെ വരെ ഇരിക്കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞതിൽ ഇത്രയും പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മൊത്തത്തില് ഈ പ്രവാചകന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അദാബിനെ കുറിച്ച് പറയുന്നുണ്ട്, നുദറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നുദറാണ്. ഇത് ഈ പ്രവാചകന്മാരുടെ കഥകൾ അതൊരു താക്കീതാണ്. ഈ ദിവ്യ സന്ദേശങ്ങൾ ഖുർആൻ അതൊരു താക്കീതാണ്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ആയത്തുകളായിട്ട്, ദൃഷ്ടാന്തങ്ങളായിട്ട് അള്ളാഹു വച്ചിട്ടുള്ളതാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക. ഇതിലെ പുതിയ പുതിയ പദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതിയെടുക്കുക. അതൊരു പേപ്പറിൽ എഴുതിയിട്ട് അങ്ങനെ തന്നെ പഠിക്കണം. നിങ്ങൾ നോട്ട് എഴുതുന്നത് ശീലമാക്കണം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നോട്ട് എഴുതുന്നവർ വളരെ കുറച്ച് പേരെ ഞാൻ കാണുന്നുള്ളൂ. ചിലരൊന്നും ചിലർ എഴുതുന്നവരെ എനിക്ക് കാണുന്നുണ്ട്. ചിലർ വളരെ സുന്ദരമായിട്ട് മൊബൈലൊക്കെ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് കേൾക്കുന്നുണ്ട്. വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല, കുഴപ്പമില്ല. പക്ഷെ നോട്ട് എഴുതിയെടുക്കണം, പഠിക്കണം. എന്നാലാണ് എഴുതുമ്പോഴാണ് നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എഴുതുമ്പോൾ 2-3 സംഗതികൾ നടക്കുന്നുണ്ട്. ഒന്ന്, ആ എഴുതുമ്പോൾ തന്നെ നമ്മളത് പഠിക്കുന്നുണ്ട്. 2, നമുക്ക് പിന്നീട് അത് റെഫർ ചെയ്യാൻ പറ്റും. 3, അത് പലതരത്തിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരം ചെയ്യും കേട്ടാ. അപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എഴുതണം. പെണ്ണുങ്ങളാണ് എഴുതുന്നത്, ആണുങ്ങൾ തീരെ എഴുതാറില്ല, മടിയന്മാരാണ് മുഴുവൻ ആണുങ്ങളും. അതുകൊണ്ട് മുഴുവൻ ആണുങ്ങളോട് പറയുന്നത് അവനെന്തായാലും എഴുതണം. എന്റെ മോന് ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. നീ എഴുതാറില്ലടാ? അവൻ എഴുതാറുണ്ട്. ഓക്കെ, അപ്പം എഴുത്ത് ശീലമാക്കണം. ഒരു നോട്ട്ബുക്ക് നമ്മൾ ഇതിനായിട്ട് കരുതി വെക്കണം. അത് എഴുതിയെടുത്ത് പഠിക്കണം. പ്രത്യേകിച്ച് പുതിയ പുതിയ വാക്കുകൾ, പ്രയോഗങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഈ നമ്മൾ ഒത്തുചേർന്നത് അവന്റെ മാർഗത്തിൽ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.